Hello, hello. Okay, അടുത്തത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്. ഇത് നമുക്ക് ഉള്ളതിൽ അത്യാവശ്യം വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്കുകളിലൊന്നാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിനകത്ത് OSI മോഡൽ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വൺ വേർഡ് ചോദിക്കുന്ന സാധനങ്ങളാട്ടോ. എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്നിട്ട് അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത്. സെൻഡിങ് അല്ലെങ്കിൽ റിസീവിങ് ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യാനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പല രീതിയിലുണ്ട്. ഡിജിറ്റലുണ്ട്, അനലോഗുണ്ട്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനെ ഹൈബ്രിഡ് എന്ന് പറയും. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് 0ഉം 1ഉം ഫോർമാറ്റിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. ഇത് 0 ആയിരിക്കും. ഇത് 0 നമ്മുടെ XY ആക്സിസ് വരയ്ക്കുന്ന ഇതായിരിക്കും 1. ഇതിൻ്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട 1 പിന്നെ നേരെ 0. മീൻസ് ഇവിടം വരെ 1 ആണെങ്കിൽ തൊട്ടാ സെക്കൻഡിൽ തന്നെ ഇവിടെ 0 വരും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ 1. അങ്ങനെ ഈ ടൈപ്പ് ഗ്രാഫ് ആയിരിക്കും എന്ത് ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. മറ്റേത് എങ്ങനെയായിരിക്കും, അത് പോട്ടെ, നമുക്കവിടെ മൈനസിൽ പിടിക്കാം. മൈനസിട്ട് അപ്പോൾ ഇങ്ങനെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ടൈപ്പാണ് എന്തിൻ്റെ ഗ്രാഫ്, ഡിജിറ്റലിൻ്റെ ഗ്രാഫ്. അനലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വേവ് ലൈക്ക് സാധനമായിരിക്കും. അത് രണ്ടിൻ്റെയും കൂടെ പ്രോപ്പർട്ടീസ് വരുന്നതിന് പഠിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്. ആൻഡ് നമ്മുടെ ടെലിഫോൺ ലൈനൊക്കെ ഉള്ളത് അനലോഗ് സിഗ്നലാണ്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷന് നമ്മൾ ഹൈബ്രിഡ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ, കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കിക്കേ. ഒന്ന്, ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്ന കാര്യം തന്നെയാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വിളിക്കുമ്പോൾ ഒരു സെൻറ്ററുണ്ട്. നമ്മളങ്ങോട്ട് ഒരു നമ്മുടെ മൈക്ക്, നമ്മുടെ മൊബൈൽ വേണമല്ലേ, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടൊരു ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സാധനം സെൻഡ് ചെയ്യാനായിട്ടൊരു ഡിവൈസ് വേണ്ടേ. അപ്പോൾ അതിന് സെൻഡർ കാണും ആൻഡ് ഒരു റിസീവർ കാണും. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്തെടുക്കാം, വോയിസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല. ഇപ്പം നമ്മൾ വാട്സപ്പ് മെസ്സേജ് എങ്ങനെ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ട മെസ്സേജ് എന്താ അയച്ചത് അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണ് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ അയച്ചതെന്നുള്ളത് അപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഒരു മീഡിയം എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വയേർഡും ഉണ്ട് വയർലെസ്സും ഉണ്ട്. പണ്ടത്തെ നമ്മുടെ ടെലിഫോണൊക്കെ എന്താണ്, വയേർഡ് മീഡിയമാണ്. ഇപ്പോഴത്തത് വയർലെസ് മീഡിയമാണ്. ആൻഡ് പ്രോട്ടോക്കോളുണ്ട്. ഇല്ലേ, ഒരു വാട്സപ്പിനകത്ത് മെസ്സേജ് എടുത്തിട്ട് എൻ്റെ മണ്ടയ്ക്ക് മണ്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഇസ് എൻഡ് ടു എൻഡ് സെക്യൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനെ നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. സെൻഡർ, റിസീവർ, മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ മീഡിയ, പിന്നെ പ്രോട്ടോക്കോൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെന്താണ്, അവിടെ ഒന്നും വേണ്ട, ഇത് വേണം. ഇത് നല്ലപോലെ പഠിച്ചോണം വിത്ത് എക്സാമ്പിൾ. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്, സിംപ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊന്നുമില്ല. യൂണി ഡയറക്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ഏത് ഡയറക്ഷനിലായിരിക്കും, ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ സിഗ്നൽ പോകത്തുള്ളൂ. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, TV പറഞ്ഞൂടെ, കേബിൾ TVയിൽ എന്താണ് വരുന്നത്, കേബിൾ TVയിൽ ഇങ്ങോട്ട് മാത്രമേ സിഗ്നൽ വരൂ. അവരുടെ സിഗ്നൽ നമുക്ക് ഇവിടുത്തെ ഒരു വീഡിയോ അങ്ങോട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെന്താണ്, റേഡിയോയിൽ എന്താണ്, ഇങ്ങോട്ട് മാത്രമേ പറ്റുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് മാത്രം. അപ്പോൾ അതെന്താണ്, ഒറ്റ ഡയറക്ഷൻ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇൻകമ്മിങ് മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്നുള്ള ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെങ്കിലും ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിലും ഓക്കെ, ഇത് സിംപ്ലെക്സ്. ഹാഫ് ആണെങ്കിലും ഫുള്ളാണെങ്കിലും എന്താ, അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കാണും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കാണും. അപ്പോൾ എന്തായിരിക്കും എൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്താണ് ഹാഫ് ഡ്യൂപ്ലക്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? വാക്കി ടോക്കി പഠിച്ചു വയ്ക്കുക. ഹാഫ് ഡ്യൂപ്ലക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്, ഓക്കെ, പക്ഷേ അറ്റ് എ ടൈം ഒരെണ്ണേ നടക്കും. ഓക്കെ, അറ്റ് എ ടൈം എന്താണ്? ഇപ്പം ഞാൻ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞ് നിർത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങോട്ടൊരാൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു സമയം ഒന്നെങ്കിൽ ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ ഇൻകമ്മിങ്, ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം നടക്കത്തുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലക്സ്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോണിൽ നിന്നാണ് നമ്മൾ ഒരുത്തൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുക. ഇതൊക്കെ എന്താണ്? ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. രണ്ട് അങ്ങോട്ട് എന്താണ് ബോത്ത് ഡയറക്ഷൻ അറ്റ് സെയിം ടൈമിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്താണ്? എങ്ങനെയാണത് കമ്മ്യൂണിക്കേറ്റ്? വയേർഡും വയർലെസ്സും നമ്മൾ പറഞ്ഞല്ലേ. വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗൈഡഡും അൺഗൈഡഡും. ഗൈഡഡ് മീഡിയം, അൺഗൈഡഡ് മീഡിയം ഉണ്ട്. വയേർഡും വയർലെസ്സും, ഗൈഡഡും അൺഗൈഡഡും. ഓക്കെ, എന്തൊക്കെ ഉണ്ടോ നോക്കിക്കേ. ഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയേർഡ് മീഡിയയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഒന്നാമത്തെ എന്താണ്? 3 കാറ്റഗറി ഉണ്ട്. എതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ. എതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ പടം കാണിച്ചു തരാം. ഹലോ ഓക്കെ. ഓ ഷിറ്റ്, എടാ ഇത് കാണിക്കാം. അതെ, ഒരു ഇത് കണ്ടോ? ഒരു എതർനെറ്റ് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിൻ ഏതാണ്? അതാണ്ട് ഇതുപോലെയാണ് അതിൻ്റെ പിൻ വരുന്നത്. ഇത് കണ്ടോ? ഇത് നമ്മുടെ ഈ ഒരു സാധനം നമ്മുടെ മോഡത്തിനകത്ത് കൊടുക്കും. ഇതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കയറ്റുന്നത്. ഒരു ക്ലിക്ക് എന്നും പറഞ്ഞ സൗണ്ട് ഇടും. ഇതൊരു ലോക്കായിട്ട് അവിടെ നിന്നോളൂ. ഇതാണ് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ട് ചെയ്യുന്ന കേബിൾ. വൈഫൈ മോഡത്തിൽ നിന്ന് ഇതിനകത്തോട്ട് കൊടുക്കുന്ന കേബിൾ ഇതാണ്. ഈ പോർഷനാണ് അതുകൊണ്ട് ഇങ്ങനെ വരുന്നൊരു ക്ലിപ്പ് വരുന്നൊരു പോർഷനാണ് നമ്മുടെ നമ്മുടെ CPU-വിനകത്തോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊരു 4 വയേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എത്രയാണ്? ഇതിന് 4 വയറുണ്ട്. ഇതിനകത്ത് 4 വയറാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ 4 വയറെന്ന് പറഞ്ഞാൽ ശരിക്കും അത് 8 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ? ട്വിസ്റ്റ് ചെയ്ത് 2 വയർ ചേർത്ത് ട്വിസ്റ്റ് ചെയ്താണ് അത് എങ്ങനെ വെച്ചിരിക്കുന്നത്? 4 ആക്കിയിരിക്കുന്നത് കണ്ടോ? എതർനെറ്റ് കേബിളിനകത്ത് 2 1 2 3 4 ഇങ്ങനെയാണ് 4 എണ്ണം വരുന്നത്. പക്ഷേ അത് ട്വിസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതാണ് എതർനെറ്റ് കേബിൾ. എതർനെറ്റ് കേബിളിനകത്ത് എന്താണ്? ട്വിസ്റ്റഡ് പെയർ കേബിളാണത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത എന്താണെന്ന് നോക്കിക്കേ. അപ്പോൾ എന്താണ്? വയേഴ്സ് എങ്ങനെയായിരിക്കും? വയേഴ്സ് ആർ ട്വിസ്റ്റഡ് ടുഗദർ. സറൗണ്ടിങ് എന്താണ്? സറൗണ്ടഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ആൻ ഔട്ടർ ലെയർ കാൾഡ് ജാക്കറ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പുറത്ത് എന്തുണ്ട്? ഇത് കണ്ട? ഇതിൻ്റെ പുറത്ത് എന്തുണ്ട്? ഒരു നമ്മുടെ വയറുണ്ട്. ഇത് കണ്ട നമ്മുടെ കോപ്പർ വയർ. ഉള്ളിൽ ആ കോപ്പർ എന്താണോ വയർ, അതിൻ്റെ പുറത്ത് കണ്ട് പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടല്ലേ. പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്തൂടെ വീണ്ടും എന്ത് വരുന്നുണ്ട്? ഒരു കവറിങ് വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും പോയി. അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വീണ്ടും എന്തുണ്ട്? ജാക്കറ്റ് എന്നും പറഞ്ഞൊരു ഔട്ടർ ലെയർ വരുന്നുണ്ട്. അപ്പം എതർനെറ്റ് കേബിൾ ഇൻ്റർനെറ്റിൻ്റെ കേബിളാണ്. എക്സാമ്പിൾ ട്വിസ്റ്റഡ് പെയർ കേബിളിന് എക്സാമ്പിളാണിത്. ഓക്കെ, അടുത്ത കോ ആക്സിയൽ കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ഫ്രീക്വൻസി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കോ ആക്സിയൽ കേബിൾ. അതിന് നല്ല വീതിയാണ്. കോ ആക്സിയൽ കേബിൾ എക്സാമ്പിൾ പഠിച്ചാൽ മതി.
എന്തിനാണ് മൾട്ടി ഒരു ടെലിവിഷൻ സിഗ്നലിനകത്ത് പല പല ചാനലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ള സമയത്താണ് കോആക്സിയൽ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പഠിക്കാൻ പറയത്തില്ല, നോക്കി വെച്ചേരാം. ക്വസ്റ്റ്യൻ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ പഠിച്ചത്. കാരണം ഇങ്ങനൊരു പാർട്ട് ചോദിക്കുന്നത് മറ്റേ ഓപ്റ്റിക്കൽ ഫൈബറിനാണ് ഇതിങ്ങനൊരു പാർട്ടായിട്ട് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഓക്കെ, എന്നാലും നോക്കിയാൽ ഏറ്റവും ഉള്ളിലൊരു കോപ്പർ, അതിൻ്റെ അപ്പുറത്തൊരു ഡൈഇലക്ട്രിക്, ഒരു ബ്രൈഡ്, പിന്നെ PVC നമ്മുടെ പുറത്തെ കോട്ടിങ് വരുന്നത്, കോആക്സിയൽ കേബിള്, ഹയർ ഫ്രീക്വൻസി ഡാറ്റ ട്രാൻസ്മിറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഫൈബർ ഒപ്റ്റിക് ഫൈബർ കേബിള്. ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായിരിക്കും, ലൈറ്റായിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ എന്താണ്, ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അങ്ങനെ ആയിരിക്കും അതിനകത്ത് എന്ത് വരുന്നത്, ഡാറ്റാസ് വരുന്നത്. അത് പഠിക്കണം. ഏറ്റവും ഉള്ളിൽ ആ ഒരു മൈന്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വയറുണ്ടല്ലോ, ഈ വയറെന്ന് പറയുന്നത് 3 ഹെയർ സ്ട്രാൻഡിൻ്റെ വിട്ടേ ഉള്ളൂ. STRAND സ്ട്രാൻഡായിരിക്കും. 3 ഹെയർ സ്ട്രാൻഡ്, അല്ലെങ്കിൽ 3 മുടി ചേർത്ത് വയ്ക്കുന്ന ആ ഒരു കനമായിരിക്കും ആ ഒരു കോർ, അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിലെ പോർഷൻ എന്താ പറയുന്നത്, കോർ എന്ന് പറയും. അതിൻ്റെ അകത്തൂടെയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാലോചിച്ച് നോക്കി. അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടത്തി വിടുമ്പോഴത്തേക്ക് അപ്പം ലൈറ്റിനകത്തൂടെ ഡാറ്റ പോകുന്നു. അപ്പോൾ ഈ ലൈറ്റ് ലീക്കായി കഴിഞ്ഞാൽ ഡാറ്റ ലീക്കാവില്ലേ? അപ്പോൾ എന്താ, മാക്സിമം ലൈറ്റ് അപ്പോൾ പോകാണ്ട് നോക്കണം. ഇത് പോകുന്നത് തന്നെ എങ്ങനെയാണ്, ഒരു ഒരു ട്യൂബിനകത്ത് എങ്ങനെയായിരിക്കും പോകുന്നത്. ട്യൂബ് എന്തായാലും എന്താണ്, വയറല്ലേ, എന്തായാലും വയറാണ്. ലൈറ്റിനെ അത്രയും തിന്നാക്കി വെച്ച്, അതെന്തോ അതവരുടെ ടെക്നോളജി. എന്തായാലും ഗ്ലാസ്സാണ്. ലൈറ്റ് ഇങ്ങനെയൊക്കെ പോകുന്നത് മോഷനിലായിരിക്കും ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പം ലൈറ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇത് എന്തായാലും ഗ്ലാസ്സാണ്, അപ്പോൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പോവാണ്ടിരിക്കാനുള്ള 2 കവറിങ്ങാണ് വരുന്നത്. അപ്പോൾ കോറിൻ്റെ പുറത്ത് എന്തുണ്ട്, ക്ലാഡിങ് എന്നും പറഞ്ഞൊരു കവറും കൂടെ വരും. അപ്പോൾ അത് അത്യാവശ്യം പുറത്തോട്ട് പോകുന്ന ലൈറ്റിൻ്റെ എല്ലാം അത് തന്നെ പിടിച്ചു നിർത്തും. ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ ലൈറ്റ് വീണ്ടും പുറത്ത് പോകത്തില്ല, അതിൽ തന്നെ നിൽക്കും. പിന്നെ എന്തുണ്ട്, അതിൻ്റെയും പുറത്ത് എന്തുണ്ട്, പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. കാരണം ഇതെന്താണിത്, ഗ്ലാസ്സാണ്, ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പം ഈ നിങ്ങൾ വൈഫൈ ഒക്കെ എടുത്തിട്ടുള്ളവർ നോക്കിയാൽ മതി, അവർ കണക്ട് ചെയ്യുന്നൊരു വയറുണ്ട്. വൈഫൈൻ്റെ പോസ്റ്റ് ചെയ്യുന്ന അവരെടുത്ത് തരില്ലേ, ആ ഒരു വയർ അവരധികം ബെൻഡ് ചെയ്യത്തില്ല. നോക്കിയാൽ മതി. അവരിപ്പോൾ സപ്പോസ് വളച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ലൊരു കർവിലായിരിക്കും വളയ്ക്കുന്നത്. നമുക്ക് സാധാരണ ഒരു വയറൊക്കെ പോലെ ഇങ്ങനെ 8ആയിട്ട് മടക്കിയൊന്നും വയ്ക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തുള്ള ഗ്ലാസ് പൊട്ടിപ്പോവും. അപ്പോൾ അവർ ബെൻഡ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല വൈഡായിട്ടൊരു ബെൻഡായിരിക്കും. കാരണം ഒരുപാട് ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം. 3 പാർട്ടും പഠിച്ചേ പറ്റൂ. പിന്നെ എന്താണ്, അൺഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയർലെസ് മീഡിയം. വയർലെസ്സിൻ്റെ മറ്റൊരു പേരാണ് അൺഗൈഡഡ് മീഡിയം. എക്സാമ്പിൾ റേഡിയോ വേവ് ആണ്. റേഡിയോ വേവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പഠിച്ചു വെച്ചോ, ഫ്രീക്വൻസി റേഞ്ച് പഠിച്ചു വെച്ചോ. അതുമല്ല നല്ല കട്ടിയുള്ള എക്സാമ്പിളുണ്ടെങ്കിൽ ചോദിക്കത്തുള്ളൂ, അല്ലാണ്ട് ചോദിക്കത്തൊന്നുമില്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റേഡിയോ വേവ്സിൽ നിന്ന് എന്തായിരുന്നു എക്സാമിന് ചോദിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. എക്സാമിന് റേഡിയോ കണ്ടത് ലോങ് ഡിസ്റ്റൻസ് സ്കൈയിൽ കൂടെ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റേഡിയോ വേവ് ആണ്. ഒമ്നി ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും സഞ്ചരിക്കുന്നത്. ഓക്കെ, എങ്ങോട്ട് വേണമെങ്കിലും, മേലോട്ടോ താഴോട്ടോ ലെഫ്റ്റ് റൈറ്റ്, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. അങ്ങനെ വരുന്നതാണ് ഓംനി ഡയറക്ഷണൽ. പിന്നെന്താ വരുന്നത്, മൈക്രോവേവ്. ഇപ്പോൾ റേഡിയോ വേവ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. മൈക്രോവേവ് എവിടെ ഉപയോഗിക്കുന്നത്, എക്സാമ്പിൾ പഠിച്ചോ, സെല്ലുലാർ നെറ്റ്വർക്ക്, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ്. ഓക്കെ,
മൈക്രോവേവ് ആണ്. അത് അപ്പോൾ ഡയറക്ഷൻ എക്സാമാണ്. അപ്പോൾ റേഡിയോ വേവ്, ഒമ്നി ഡയറക്ഷണൽ, മൈക്രോവേവ്, ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. എക്സാമ്പിൾ പഠിച്ചാൽ മതി. നമ്മുടെ ടി വി അല്ലെങ്കിൽ സെല്ലുലാർ വരുന്നില്ല. ബട്ട് ടെലിവിഷൻ എന്താണ്, സിംഗിൾ ഡയറക്ഷനാണ്. മൈക്രോവേവ് ഒറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യത്തുള്ളൂ. പിന്നുള്ള എന്താണ്, IR, ഇൻഫ്രാറെഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകത എന്താണ്, നമ്മുടെ സോളിഡ് ഒബ്ജക്റ്റിൽ കൂടെ അത് പാസ് ചെയ്യത്തില്ല. നമ്മുടെ ടി വി റിമോട്ട് നമ്മൾ വല്ല അതിൻ്റെ ആ റിമോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു LED ബൾബ് കണക്കുള്ള കത്താത്തൊരു LED ബൾബ് എന്താണത്, IRൻ്റെ സെൻസറാണ് അത്. ഓക്കെ, IR സെൻസറാണത്. IR ലൈറ്റ് അതിനകത്തൂടെയാണ് പോകുന്നത്. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് നല്ലപോലെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഇൻഫ്രാറെഡ് കാണാൻ പറ്റും നമുക്ക്. ജസ്റ്റ് റിമോട്ട് എന്ത് ചെയ്യുക, റിമോട്ട് വെറുതെ പ്രസ് ചെയ്ത് പിടിക്കാം. ഏതെങ്കിലും ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, IR ആക്റ്റീവ് ആവും. ഓക്കെ, ആ IRനകത്തൂടെയാണ് സിഗ്നൽ നമ്മുടെ ടി വിക്കകത്തോട്ട് പോകുന്നത്. അപ്പോൾ IR ഏതെങ്കിലും ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒരു DSLR ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ക്യാമറയിൽ കിട്ടുമോയെന്നുള്ളത് എനിക്കറിയത്തില്ല, മറ്റേ ക്യാമറ എന്തായാലും കിട്ടും. മറ്റേ ക്യാമറയ്ക്ക് അതൊരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ റൈസ് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടി വി റിമോട്ടിനകത്തും വയർലെസ് സ്പീക്കറിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വേവാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ റേഡിയോ ഫ്രീക്വൻസി തന്നെയാണ്. ഓക്കെ, സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ റേഡിയോ ഫ്രീക്വൻസി സാറ്റലൈറ്റും കൂടെ ഒക്കെ ചേർന്നതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വന്നൊരു സാധനമാണ് എന്താ, ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. എന്താണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്, ഒരു ഷോർട്ട് റേഞ്ച് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ചെറിയ ഡിസ്റ്റൻസിൽ ചെറിയ ഡാറ്റാസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഉപയോഗിക്കാം. ആദ്യത്തെ ഇൻ്റർനെറ്റ് അർപ്പാനെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തു, അർപ്പാനെറ്റ് എന്താണ് മിലിറ്ററി പർപ്പസിനെ ഉപയോഗിച്ചാണ്. പിന്നെ നാട്ടുകാരൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പിന്നെന്താ ഇവർ മാറ്റി മിൽനെറ്റ് എന്നൊക്കെ മാറ്റി, മിലിറ്ററി നെറ്റ്വർക്ക് എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരാവശ്യമില്ലാത്ത സാധനമാണ്. അടുത്ത നമുക്ക് വേണം ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഇട്ട് പഠിക്കുക. എക്സാമ്പിൾ ഒരു സ്കൂള്, അക്ഷയ സെൻറ്റർ ടെക്നോളജി എങ്ങനെയാണ്, ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. കമ്പ്യൂട്ടേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും, തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് കണക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 കമ്പ്യൂട്ടറും ഒരു വൈഫൈയിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 5 കമ്പ്യൂട്ടറും ഒരേ വൈഫൈയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ 5 പേരും ഒരു നെറ്റ്വർക്കിലായി. അപ്പം നമ്മൾ അതിൻ്റെ പെർമിഷൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ സിസ്റ്റത്തിലേക്ക് എനിക്ക് ഈസി ആയിട്ട് ഡാറ്റാസ് കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ലാനിൻ്റെ പ്രത്യേകത. ഒരു സ്ഥലത്ത് ഒരു സിംഗിൾ സൈറ്റിലായിരിക്കും. ഓക്കെ, എന്താ കേബിൾസ് അല്ലെങ്കിൽ വൈഫൈൻ്റെ പിന്നെ ഒരു കേസ്, ഈ ലാൻ കണക്ട് ചെയ്യുന്നത് കേബിൾസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സാധാരണ വൈഫൈ ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, വയേർഡായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ എന്ത് വേണം, അപ്പോഴുള്ള പ്രശ്നം എന്താണ്, അപ്പോൾ ലാനിൽ നിന്ന് ഐ തിങ്ക് മാക്സിമം പോയാൽ 2 ഔട്ട്പുട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഒരു ലാനിൽ നിന്ന് എത്ര ഔട്ട്പുട്ടേ എടുക്കാൻ പറ്റൂ, 2 ഔട്ട്പുട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. 2 അല്ല, പൊട്ടെന്നാലും വെച്ചോ, ഒരു ബേസിക്കായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്നതിനകത്ത് നിന്ന് 2 കണക്ഷൻ എടുക്കാൻ പറ്റും. നമുക്ക് 4-5 കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. 5-6 വൈഫൈ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് നമ്മൾ 2 ഡിവൈസ് പഠിച്ചിട്ടുണ്ട്. ഏതാണ്, സ്വിച്ചും ഹബ്ബും. നമ്മൾ കോമൺ ആയിട്ട് നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഹബ്ബാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കണക്ഷൻ നേരെ ഹബ്ബിൽ കൊടുക്കുന്നു, ഹബ്ബിൽ നിന്ന് പല ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവരെല്ലാം നെറ്റ്വർക്കിലായി. അപ്പോൾ ഇതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡാറ്റാസൊക്കെ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്. അടുത്ത എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, വിശാലമായിട്ട് ചിന്തിക്കുക. ഏതാണ്, ഇതിനുണ്ട്. ഓക്കെ, നമ്മളെ ഇപ്പോൾ
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലാൻ പറഞ്ഞതൊരു സിംഗിൾ ബിൽഡിങ് ചെറിയ പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷേ വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയയാണ്, കുറച്ച് വിശാലമായൊരു എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഓഫീസുകൾ ഒരു ബ്രാഞ്ച് എവിടെ ഉണ്ട്, ഒരു ബ്രാഞ്ച് കേരളത്തിലുണ്ട്, അടുത്ത ബ്രാഞ്ച് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേണം. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേണം. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, നമ്മുടെ എ ടി എംസ് ഒക്കെ തമ്മിൽ കണക്ട് അല്ലെങ്കിൽ ATM ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിളാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു മെട്രോപൊളിറ്റൻ ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത നെറ്റ്വർക്ക് ആയിരിക്കും. അതെന്തായിരിക്കും, ലാനിനേക്കാളും വലുതായിരിക്കും. പക്ഷേ എന്തായിരിക്കും, പാനിനേക്കാളും വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും ചെറുതായിരിക്കണം. വൈഡ് ഏരിയ നെറ്റ്വർക്ക് നല്ല വലുത്, നല്ല വൈഡ് തന്നെയാണ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാമ്പിൾ പഠിക്കുക. ബ്ലൂടൂത്ത് എന്താണ്, ഒരു ചെറിയ ഡിസ്റ്റൻസ്, നമ്മുടെ വയർലെസ് ഹെഡ്സെറ്റൊക്കെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നമ്മൾ നെറ്റ്വർക്കിൽ കണക്റ്റ് ആവുന്നത് ഒരു ചെറിയൊരു നെറ്റ്വർക്ക്. ഓക്കെ, ഒരു സ്മോളർ നെറ്റ്വർക്കാണ്, ഒരു ലിമിറ്റഡ് റേഞ്ച് കാണും, അത്ര ഭയങ്കര ദൂരമൊന്നും പോകാനൊന്നും പറ്റത്തില്ല. കുറച്ച് നേരം വെച്ചിട്ട് നമുക്കത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. സെർവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് കമ്പ്യൂട്ടറാണ്, ഇറ്റ്സ് എ പവർഫുൾ കമ്പ്യൂട്ടർ, ഒരുപാട് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, ഫയൽ സെർവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഫയലുകൾ അല്ലെങ്കിൽ ഒരു സെർവറിനകത്ത് ഫയൽസ് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സെർവറിനെ ഫയൽ സെർവർ എന്ന് നമുക്ക് പറയാം. നെറ്റ്വർക്ക് അത് തന്നെ, ഫയൽസൊക്കെ ആയിരിക്കും അതിനകത്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനകത്ത് എന്താണ് ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മൾ സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഫയൽസ് സേവ് ചെയ്യുമ്പോൾ ഫയൽ സെർവർ. നോർമലി സെർവർ എന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ തന്നെയാണ്. ഓക്കെ, അടുത്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിവൈസസ്. ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നല്ലപോലെ പഠിച്ചേ പറ്റൂ. റിപ്പീറ്ററിൻ്റെ പർപ്പസൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഇവിടെ കിടന്ന് കൂവി വിളിച്ച് കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തിന്, ഒരു മുറിയിൽ നിന്ന് കൂവി വിളിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ മുറിയിൽ പോലും ഇപ്പം കേൾക്കുന്നില്ല, നല്ല വലിയൊരു റൂമാണെങ്കിൽ. ബിക്കോസ് ഇവിടുന്ന് വിളിക്കുന്ന ഒരു സൗണ്ട് അത്രയും അപ്പുറത്തെ മുറിയിലെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, വേവായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വേവിൻ്റെ എന്ത് കുറയും, സ്ട്രെങ്ത് കുറഞ്ഞ് ഫീബിളായിട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പം നമ്മുടെ ഡാമിൽ കറണ്ട് ഉണ്ടാക്കുന്നത് അതുവരെയാണ്. ഡാമിൽ നിന്ന് വെള്ളം കറണ്ട് ഉണ്ടാക്കും. ഓക്കെ, കറണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം, 250 വോട്ട് 230 വോട്ട്. ഓക്കെ, കറണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അതിനെ അങ്ങ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതിൻ്റെ പവർ അങ്ങ് കൂട്ടും. പവർ കൂട്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ പോസ്റ്റ് വഴി എത്തും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പവർ വീണ്ടും കുറയും. അപ്പോൾ എന്തുണ്ട്, ഓരോരോ ജംഗ്ഷനിൽ എന്തുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ വെച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ പവർ കൂട്ടും, വീണ്ടും ഇങ്ങനെ എത്തുന്നു, അടുത്തെത്തുമ്പോൾ വീണ്ടും പവർ. ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കറണ്ട് എത്തുന്നത്. സെയിം പരിപാടിയാണ് റിപ്പീറ്റർ. ഇങ്ങനെ കുറയുന്ന സമയത്ത് അതിൻ്റെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും വിടും. ഓക്കെ, അത് കഴിയുമ്പോൾ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ പോകുന്നതിനാണ് റിപ്പീറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് പോർട്ടുണ്ട്, രണ്ട് നെറ്റ്വർക്ക് അപ്പുറത്തും ഇപ്പുറത്തുനിന്നും കണക്ട് ചെയ്യുക. ഇവിടുന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വിടുന്നു.
ഓക്കെ, ബൂസ്റ്റ് ദ സിഗ്നൽ ബാക്ക് ടു ഒറിജിനൽ ലെവലിലേക്ക് മാറ്റുന്നു, ഫീബിളായതിലേക്ക് ഒറിജിനൽ ലെവലിലേക്ക് മാറ്റുന്നു. അടുത്ത ഹബ്ബ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹബ്ബ് ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ കുറേ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹബ്ബിൻ്റെ സ്വിച്ചിൻ്റെ ഡിഫറൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടും എന്ത് തന്നെയാണ്? ഒരേപോലൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഈ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. ഇപ്പോൾ ഞാൻ 5 കമ്പ്യൂട്ടറിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 കമ്പ്യൂട്ടറിൻ്റെ ഞാൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന? ഒരു ഹബ്ബിലാണ്. കാരണം എനിക്ക് വൈഫൈയിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഹബ്ബിൽ കണക്ട് ചെയ്ത് ഹബ്ബ് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വൈഫൈനകത്തോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, എനിക്കപ്പോൾ എന്ത് ഈ ഹബ്ബ് ഇവരെ വയർ വെച്ച് കൂടെ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ പറയുന്ന 1 2 3 4 5 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കാൻ പറ്റും. പക്ഷേ 5ൽ നിന്ന് 2 പക്ഷേ ഹബ്ബാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 2ലേക്ക് ഡാറ്റ അയക്കുകയാണ്. അപ്പോൾ 5 ആർക്ക് ആദ്യം ഹബ്ബിലെത്തുന്നത്. ഹബ്ബിലെത്തുമ്പോൾ അവൻ ഡാറ്റയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ ഡാറ്റ എല്ലാം 1നും കൊടുക്കും, 2നും കൊടുക്കും, 3നും കൊടുക്കും, 4നും കൊടുക്കും. ഓക്കെ, ആവശ്യമുള്ളത് 2നായതുകൊണ്ട് 2 അത് അക്സെപ്റ്റ് ചെയ്യും, ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഹബിൻ്റെ പ്രശ്നം. ആവശ്യമുള്ള എല്ലാവർക്കും കൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കളയും. ആ ഡാറ്റ എന്ത് ചെയ്യും? എല്ലാ സിസ്റ്റത്തിനും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ സാധനമാണ് സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 2ന് ഡാറ്റ കൊടുക്കാൻ പറഞ്ഞാൽ അത് 2ന് മാത്രമേ കൊടുക്കൂ. അതിനാണ് സ്വിച്ച് എന്ന് പറയുന്നൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണെന്ന് പറയുന്നത്. സെയിം പർപ്പസ് തന്നെയാണ്. അപ്പോൾ ഹബ്ബ്. അടുത്ത ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇങ്ങനെ പഠിക്കുക. എന്താണ്? ടു കണക്റ്റ് 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കമ്പ്യൂട്ടറിനകത്ത് ഇൻ്റർനെറ്റിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കാൻ പാലിക്കേണ്ടുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരെ പ്രോട്ടോകോൾ എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? HTTP, HTTPS, ഇതൊക്കെ എന്താണ്? എക്സാമ്പിളാണ്. അപ്പോൾ ഒരേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക് അവരെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഗേറ്റ് വേ. അത്രയും പഠിച്ചാൽ മതി. ബാക്കി ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കുക. ക്വസ്റ്റ്യനിൽ നല്ല ട്വിസ്റ്റഡ് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് ഇട്ടേക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മതി. കണ്ട, ഒരു പ്രോട്ടോക്കോളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റേ പ്രോട്ടോക്കോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പ്രോട്ടോക്കോളിലെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേറ്റ് വേ ആണ്. സ്വിച്ചിൻ്റെ കേസ് നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ ഉപയോഗിക്കുന്ന റൗട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ്? അത് റൂട്ട് ചെയ്തിവിടെ റൂട്ട് ഉണ്ടോ? അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വിടുന്ന ഇറ്റ്സ് ഹാർഡ്വെയർ ഡിവൈസാണ്. എന്ത് ചെയ്യുന്നതാണ്? ഇൻകമിങ് പാക്കറ്റ് ഞാൻ പറഞ്ഞിട്ട് ഡാറ്റ കംസ് ആസ് പാക്കറ്റ്സ്. ഡാറ്റ പാക്കറ്റുകളായിട്ടാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്, ഫുൾ ഡാറ്റ ആയിട്ടായിരിക്കില്ല വരുന്നത്. ഓക്കെ, അപ്പോൾ റൗട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ കുറേ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാന്? ആ ഡാറ്റാസിനെ അതിൻ്റേതായ കറക്റ്റ് എന്താണ് ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് റൗട്ടറാണ്. അപ്പോൾ റൗട്ടർ എന്താണ്? അപ്പോൾ നമ്മുടെ ഇൻകമിങ് ഡാറ്റ പാക്കറ്റിനെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്ത് വിടുന്നത് റൗട്ടറാണ്. പിന്നെ ബ്രിഡ്ജും ഗേറ്റ് വേ ഒക്കെ കൺഫ്യൂഷനാവും. ബ്രിഡ്ജിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ സെയിം ഫങ്ഷനാണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ ബ്രിഡ്ജിന് വേറെ എന്തെങ്കിലും ഒരു കോമൺ ഒരു സിമ്പിളായിട്ടുള്ള സംഭവം തന്നെ നോക്കട്ടെ. ബ്രിഡ്ജ് ഈ ബ്രിഡ്ജൊക്കെ നമ്മുടെ OSI മോഡലിനകത്തുള്ള ഏത് ലെയറിനകത്താണെന്നുള്ളത് നോക്കി പഠിച്ചോണേ.
ഓക്കെ, ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല പല നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഹ്യൂജ് വലിയൊരു നെറ്റ്വർക്ക് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചെറിയ ചെറിയ സബ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തൊരു വലിയ നെറ്റ്വർക്ക് ആക്കാൻ സഹായിക്കുന്നത് ബ്രിഡ്ജാണ്. ഓക്കെ, അടുത്ത മോഡത്തിൻ്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ് മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. മോഡത്തിൽ എന്താ ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നലിനെ എന്ത് ചെയ്യും? അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ അതാണ് മോഡം പറയുന്നത്. അപ്പോൾ എത്ര ഡിവൈസസ് ഏതൊക്കെയാണ് പറഞ്ഞത്? ബ്രിഡ്ജ് പറഞ്ഞ് പല പല കുഞ്ഞു നെറ്റ്വർക്കിനെ മെർജ് ചെയ്ത് വലിയ നെറ്റ്വർക്ക് ആക്കാൻ. റൗട്ടർ പറഞ്ഞു വരുന്ന ഡാറ്റ പാക്കറ്റിനെ റൗട്ട് ചെയ്തല്ല ഇപ്പോൾ ഒരു സ്ഥലം മാറ്റി വിടാനായിട്ട്. പിന്നെ സ്വിച്ചിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, പ്രോട്ടോക്കോൾ പറഞ്ഞു, ഓക്കെ, ഹബ്ബും പറഞ്ഞു, റിപ്പീറ്ററും പറഞ്ഞു. അടുത്ത എന്താണ്? ടോപ്പോളജി നല്ലപോലെ പഠിക്കണം. ടോപ്പോളജി എന്താണെന്ന് വെച്ചാൽ ബസ് ടോപ്പോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെന്ത് കാണുന്നതാണ്ട ഒരു റോഡായിരിക്കും വരുന്നത്. ഡേറ്റ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്താണ് ബസ് ടോപ്പോളജിക്കകത്ത് എന്താ വരുന്നത്? ഒരു റോഡ് ഒരു ഫുൾ റോഡെന്നല്ല, എന്തു പറയാം, ഒരു കണക്ഷൻ കാണും, ഒരൊറ്റ സിംഗിൾ കണക്ഷൻ കാണും. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യും? കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ പോകും. നമ്മുടെ ബസ്സിലെയൊക്കെ മണ്ടയിലത്തെ പിടിക്കുന്ന കമ്പി പോലെ. ഓക്കെ, അതുപോലെയാണ് എന്ത് വരുന്നത്? ബസ് ടോപ്പോളജി വരുന്നത്. അപ്പം എന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ എൻഡും ഒരു ക്ലോസിങ് എൻഡും വേണമല്ലോ. അപ്പോൾ ആ രണ്ട് പോയിന്റുകളെ പറയുന്ന പേരാണ് ടെർമിനൽ. എക്സാം ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ. അവിടെ തീർക്കണ്ടേ അവിടെ. പിന്നെ ബസ് ടോപ്പോളജിയായി. പിന്നെ ഒരു സിംഗിൾ ലൈനകത്താണ് ഈ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ടോപ്പോളജി ഉണ്ട്. സ്റ്റാർ ടോപ്പോളജിയുടെ പടം തെറ്റിക്കരുത്. ഇതാണ് സ്റ്റാറിൻ്റെ പടം. ഓക്കെ, നടുക്ക് എന്തായിരിക്കും? ഹബ് അല്ലെങ്കിൽ സ്വിച്ചിലായിരിക്കും അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹബ് അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റാർ ടോപ്പോളജി അല്ലെങ്കിൽ സ്റ്റാർ രീതിയിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് സ്വിച്ച് റിങ് അല്ലെങ്കിൽ സർക്കുലർ ടോപ്പോളജി. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം ഇവിടെ പറയാൻ മറന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു വേണം. ബസ് ടോപ്പോളജിയിൽ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കണക്ഷൻ ഉണ്ട്. രണ്ടറ്റത്തുള്ള സാധനങ്ങളെ ടെർമിനൽ എന്ന് പറയുന്നു. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ കമ്പ്യൂട്ടർ അടിച്ചു പോയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? കാരണം ഇവിടെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ കണക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതത് അടിച്ചു പോയെന്ന് പറഞ്ഞാലും എനിക്കൊന്നും പറ്റുന്നില്ല. ബാക്കിയുള്ളവർ വൃത്തിയായിട്ട് പ്രവർത്തിക്കും. ഇനിയിപ്പം ഇതടിച്ചു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ പണിയെടുത്തോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ബസ് ടോപ്പോളജി. സെയിം സിറ്റുവേഷനാണ്. സ്റ്റാർ ടോപ്പോളജി ഒരെണ്ണം അടിച്ചു പോയെന്ന് പറഞ്ഞാലും വേറെ ബാക്കിയുള്ളവർ വൃത്തിയായിട്ട് പണിയെടുത്തോളും. പക്ഷേ ഇനി അങ്ങോട്ടുള്ള അങ്ങനെയല്ല. എന്താണ് സർക്കുലർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ നോഡ് 1 അടിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്ഷൻ ബ്രേക്ക് ആയതുകൊണ്ട് ഇനി ഇങ്ങോട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരത്തില്ല. കമ്മ്യൂണിക്കേഷൻ മൊത്തം ഈ സൈഡിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ട്രാഫിക് കൂടും. ഞാൻ അല്ലാണ്ട് ജനറലായിട്ട് പറഞ്ഞതാണ്. എന്താണ് ഒരു പർട്ടിക്കുലർ SBIൻ്റെ റിസൾട്ട് വരും പറയില്ല. SBIൻ്റെ വെബ്സൈറ്റിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹാങ് ആവുന്നത് അവിടെ ട്രാഫിക് കൂടുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരെണ്ണം അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വഴിയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇതുവഴി എല്ലാം ഈ വഴി മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ ഒരു സർക്കുലറിനകത്ത് ഒരെണ്ണം അടിച്ചു പോയി കഴിഞ്ഞാൽ പോയി. ഓക്കെ, അപ്പോൾ വേറെ അതിനകത്തൊന്നും പഠിക്കാനൊന്നുമില്ല. മെഷ് ടോപ്പോളജിയുടെ എന്ന് പറയുമ്പോൾ എല്ലാ ഡിവൈസസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതാണ് മെഷ് ടോപ്പോളജിയുടെ പ്രത്യേകത. ഈച്ച് ആൻഡ് എവരി ഡിവൈസസ് ആർ കണക്റ്റഡ് ഈച്ച് അതർ. ഓക്കെ, മെഷ് ടോപ്പോളജി. പിന്നെ ട്രീ ടോപ്പോളജിയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്? നോഡുകൾ ഒരു ട്രീൻ്റെ മോഡലിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ട്രീ ആണ് ഉണ്ട്. ഇങ്ങനെ ബ്രാഞ്ചൊക്കെ ആയിട്ട് ട്രീ ടോപ്പോളജി. ഓക്കെ, അടുത്ത എന്താണ്? നെറ്റ്വർക്ക് പിയർ ടു പിയർ നെറ്റ്വർക്ക്, P2P നെറ്റ്വർക്ക് ഉണ്ട്. പിയർ ടു പിയർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ സെയിം ഏജിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്ന അറിയത്തില്ല, പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരേ ഏജ് ഗ്രൂപ്പിനകത്ത് വരുന്നതാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താ P2P നെറ്റ്വർക്ക് അല്ല PR നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത് ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഡാറ്റ എന്തെങ്കിലും ഡിജിറ്റൽ ഫോർമാറ്റിലൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം PR നെറ്റ്വർക്ക്. ഓക്കെ, PR കണക്ഷൻ. അടുത്ത ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ക്ലയൻറ്റ് സെർവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ സെർവറിൽ നിന്ന് കാണുന്ന നമ്മൾ ആമസോൺ പ്രൈം എന്ന് പറഞ്ഞ സെർവർ കാണും. ആ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് ഡേറ്റാസ് വെച്ച് കാണുന്നുണ്ട്. അതാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. അടുത്ത എന്താണ്? അതിനതേ ഉള്ളൂ. OSM മോഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് വേർഡ്സ് കൂടെ പറയാം. ഏതൊക്കെയാണ്? മൾട്ടിപ്ലക്സിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെ, ഒരു കോമൺ മീഡിയത്തിൽ കൂടെ പല സിഗ്നൽ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നു. മൾട്ടിപ്ലക്സിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ പറഞ്ഞെന്താണ്? ഒരു കോമൺ മീഡിയത്തിൽ കൂടെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നതിനെയാണ് മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്നത്. CDMA ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കോഡ് ഡിവിഷൻ, മൾട്ടിപ്ലക്സസ്, പാക്കറ്റ് സ്വിച്ചിങ്, എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പാക്കറ്റ്? ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 MB ഒരു നമ്മളിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലൊരു 1000 അല്ല 700 MB ഒരു സിനിമയുണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 700 MB ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 700 എന്ത് ഈക്വൽ പോർഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 700 MB, എന്നിട്ട് ഓരോ ഈക്വൽ പോർഷനെയും ഓരോ പാക്കറ്റ് എന്ന് പറയും. ഇതാണ് നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് ഫുൾ ഫോം പഠിക്കണം. അടുത്ത എന്താണ്? ISDN ഫുൾ ഫോം പഠിക്കണം. എതർനെറ്റ് പറഞ്ഞു, ടോക്കൺ പറയണം. ബാൻഡ് വിഡ്ത്ത്, ടോക്കൺ ഈസ് എ സ്മോൾ മെസ്സേജ്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്തേരെ. ബാൻഡ് വിഡ്ത്ത് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ട്രാക്കൊക്കെ ചെയ്യുന്ന GPS.